വിദ്യാഭ്യാസ രംഗത്ത് ഉയർന്ന ഗുണമേന്മ ഉറപ്പുവരുത്തുക എന്നതാണ് കണ്ണൂർ സർവകലാശാല നയം. ഇതിന്റെ ഭാഗമായി വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ വരുന്ന ജില്ലകളിൽ ശില്പശാലകൾ ആരംഭിച്ചു. ഈ അധ്യയന വർഷം തന്നെ കൂടുതൽ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സർവകലാശാല അധികൃതർ പറഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസത്തിനാണ് 12ാം പദ്ധതിയും ലക്ഷ്യമിടുന്നതെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി മാത്യു പറഞ്ഞു. 12ാം പഞ്ചവത്സര പദ്ധതിയെ പറ്റി നാം കേട്ടിട്ടുണ്ട്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം, അതിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇക്വിറ്റി വേഴ്സസ് ക്വാളിറ്റി, നീതി, ഗുണമേന്മ. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജനങ്ങൾക്ക് പരമാവധി നീതി നടപ്പാക്കുന്ന നയങ്ങൾ ആവിഷ്കരിച്ച്, പ്രായോഗിക പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുക. സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ളവർക്ക് കൂടെ പരമാവധി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുക. ഇങ്ങനെയാണ് നമ്മുടെ വിദ്യാഭ്യാസ നയത്തില് അതിനെപ്പറ്റി രേഖപ്പെടുത്തി. കേരള സ്റ്റേറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കൌൺസിലിന്റെയും കണ്ണൂർ സർവകലാശാല സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മാനന്തവാടി ഗവൺമെന്റ് കോളേജിൽ നടന്ന ശില്പശാല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ആ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ അല്ലെങ്കിൽ ഡോക്ടറേറ്റോ ഒക്കെ എടുക്കുന്നതിൽ മാത്രമല്ല, ആ മഹനീയമായ പ്രക്രിയയിലൂടെ നല്ല അഭിലഷണീയമായ മാറ്റം ഓരോ പുതിയ തലമുറ അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും ഉണ്ടാക്കത്തക്ക രീതിയിൽ അറിവിൽ, സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ, മനോഭാവത്തിൽ, സാമൂഹ്യ പ്രതിബദ്ധതയിൽ, രാജ്യസ്നേഹത്തിൽ, ആത്മവിശ്വാസത്തിൽ, കഠിനാധ്വാനശീലത്തിൽ ഒക്കെ നമുക്ക് അഭിലഷണീയമായ മാറ്റം ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ ആണ് അറിവും വിവരവും ഒക്കെ ചേർന്ന ഒരു നല്ല തലമുറ രൂപപ്പെടുകയാണ്. ചടങ്ങിൽ SDE ഡയറക്ടർ KP സുധീർ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.